നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം കണ്ടോ കറക്റ്റ് മറ്റേൻ്റെ തൊട്ട് ഡോട്ട് ഡോട്ടായിട്ട് എങ്ങും ഇരിക്കത്തില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ താഴേക്ക് ഒലിച്ച് പോകുന്നത് കാണാൻ പറ്റും. ഇത് അകത്തും പുറത്തും ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഒരു മഴയത്ത് വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വെള്ളം ഡയറക്റ്റ് നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈപ്പർ ഉണ്ടെങ്കിൽ പോലും ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് ഓക്കെ ആണെങ്കിലും നമുക്ക് ഈ സൈഡിലെ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ബാക്കി ഗ്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് പുറവശത്ത് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സൈഡിൽ കൂടെ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് അടുക്കളയിലുള്ള ഒരേ ഒരു ഐറ്റം മാത്രം മതി. ദേ ഈ ഇരിക്കുന്ന ഒരു ഉരുളൻ കിഴങ്ങ്. നമുക്ക് വെള്ളം വീടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് കുറേ വെള്ളം വീണ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. ഡോട്ട് ഡോട്ട് പോലെ ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പം ഫ്രണ്ട് ഗ്ലാസ് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്കത് ഈ ഒരു ഉരുളൻ കിഴങ്ങ് ഇങ്ങനെ എടുക്കുക. ചുമ്മാ ജസ്റ്റ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം കണ്ടോ കറക്റ്റ് മറ്റേൻ്റെ തൊട്ട് ഡോട്ട് ഡോട്ടായിട്ട് എങ്ങും ഇരിക്കത്തില്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ താഴേക്ക് ഒലിച്ച് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അവിടെ ഡോട്ട് ഡോട്ടായിട്ട് ഇരിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഉരുളൻ കിഴങ്ങിൻ്റെ ഈ ഒരു സാധനം തേച്ചപ്പോഴത്തേന് ഒരു കുഴപ്പവും കൂടായതുണ്ടോ വെള്ളം നല്ല സിമ്പിളായിട്ട് ഒഴുകി ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഇനി ഇതിങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു കാറിന് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തൊട്ട് നമുക്ക് നമ്മുടെ ഒരു ഹെൽമെറ്റിന് ചെയ്യാൻ പറ്റും. ഇത് അകത്തും പുറത്തും ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഇരിക്കത്തില്ല. ഇതുപോലെ ഇങ്ങനെ ഒലിച്ച് താപ്പോട്ട് ഇറങ്ങിപ്പോകുന്ന കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ.